ഞീഴൂർ ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ 8ാമത് വാർഷികാഘോഷം നടന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ഓൺലൈനായി ചെയ്തു. പൊതുസമ്മേളനം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഞീഴൂർ ഉണ്ണി മിശിഹ പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ സമ്മേളനത്തിൽ ഞീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് അധ്യക്ഷത വഹിച്ചു. മോൻസ് ജോസഫ് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദ്യം 8 വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തപ്പോൾ പറഞ്ഞിരുന്നു, നമുക്ക് സമൂഹത്തിൽ ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തുമ്പോൾ പല വിമർശനങ്ങളും വരാം, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വരാം. അവിടെയെല്ലാം നമുക്ക് തികഞ്ഞ സംശുദ്ധമായ സത്യസന്ധമായ ഒരു നിലപാട് എപ്പോഴും സംരക്ഷിക്കാനും ഉയർത്തിപ്പിടിക്കാനും കഴിയും. ഈ പ്രവർത്തനങ്ങളെല്ലാം അഴിമതിരഹിതമായി ജനങ്ങളുടെ വിശ്വാസത്തെ ആർജിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമാണ് സമിതിയുടെ മുമ്പിൽ ഉദ്ഘാടകനായ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, അവതരിപ്പിക്കുന്നത് പറയുകയുണ്ടായി. നിരാലംബരും നിർധനരുമായിട്ടുള്ളവർക്ക് മിക്കപ്പോഴും സഹായമെത്തിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ കരുതലും സ്നേഹവുമാണെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. യോഗത്തിൽ 200 കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഉന്നത വിജയം നേടിയ SSLC+2 കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. ഇതോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പ്രതിമാസ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. ഓരോ മാസവും 150 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് ജോസ് പ്രകാശ് പറഞ്ഞു. വാർഷികാഘോഷ സമ്മേളനത്തോടനുബന്ധിച്ച് 25 പേർക്ക് ചികിത്സാ സഹായവും ഡയാലിസിസ് കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്തു. ചാരിറ്റി സന്ദേശവും കിറ്റ് വിതരണവും BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ നിർവഹിച്ചു. ഭദ്രാസന ബിഷപ്പ് റോയ് ഡേവിഡ് മാവുങ്കൽ, ഉണ്ണി മിശിഹ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട്, BJP കുറവിലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് CJO സെബാസ്റ്റ്യൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ K. ജോസ്, CPI ലോക്കൽ സെക്രട്ടറി അജീഷ്, സന്തോഷ് കുഴിവേലി, പഞ്ചായത്ത് അംഗങ്ങളായ ബോബൻ മഞ്ഞളാമല, സെക്രട്ടറി ശ്രുതി സന്തോഷ്, സിഞ്ച ഷാജി അഖിൽ നിവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ക്ഷത്രിയ കളരി സംഘം ഇലഞ്ഞി അവതരിപ്പിച്ച കളരിപ്പയറ്റും നടന്നു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.